പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഇന്നലെ സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. അല്പസമയത്തെ ദൈവന്റെ ചിന്തയ്ക്കായി ഒരു ദൈവജന ഭാഗം വായിക്കുന്നു. എഫേസ്യരുടെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 22 തൊട്ട് ചില വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിനും കീഴടങ്ങിയിരിക്കണം. എന്നിട്ട് ഭർത്താക്കന്മാർക്കുള്ള ഉപദേശമാണ്, ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. ഹല്ലേലൂയ. ഈ ഭാഗത്ത് വായിക്കും പരസ്പരം കീഴ്പ്പെടലും അനുസരണവും ദൈവഭയവും ദൈവഭക്തിയും ഒക്കെ നിറയപ്പെട്ടതായിരിക്കണം ഭാര്യ ഭർത്തൃ ജീവിതം എന്ന് പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ ആമേൻ രേഖപ്പെടുത്തുന്നുണ്ട്. സഭ എന്ന് പറയുമ്പോൾ അത് ക്രിസ്തുവിൻ്റെതാണ്, കുടുംബം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെതാണ്, ഭാര്യ ഭർത്താവ് എന്ന് പറയുമ്പോൾ അത് ക്രിസ്തുവിൻ്റെതാണ്. അപ്പൊ അതിനകത്ത് എപ്പോഴും ദൈവത്തിന്റെ പവിത്രത, അഥവാ ദൈവ പരിശുദ്ധി നിലനിർത്തണമെന്ന് ദൈവം ആദ്യം മുതൽ തന്നെ ആഗ്രഹിക്കുകയാണ്. കാരണം ആദമിനെ ഔവ്വയും ദൈവം സൃഷ്ടിച്ച ഏദൻ പർദീസയിലാക്കിയ സമയത്ത് അവർക്ക് വളരെ സന്തോഷം, സമാധാനം, സ്വസ്ഥതയുള്ള ജീവിതം നയിച്ചെങ്കിലും പിന്നത്തേതിൽ അവരുടെ ജീവിതത്തിൽ പാപം പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും രണ്ട് മനസ്സിനുടമയായി, രണ്ട് തത്വങ്ങൾക്കുടമയായി, രണ്ട് ചിന്തകളായി പരസ്പരം പഴിചാരൽ തുടങ്ങി. അന്ന് തൊട്ട് തുടങ്ങിയ പഴിചാരലുകൾ ഇവിടെ ഇന്ന് നിലനിൽക്കുകയാണ്. ആദമിന് കീഴ്പ്പെടാൻ മനസ്സില്ലാതെ അനുസരിപ്പാൻ കഴിയാതെ, സ്വീകരിപ്പാൻ കഴിയാതെ, കീഴ്പ്പെടാൻ കഴിയാതെ അങ്ങനെ ഒരു വ്യത്യസ്ത അനുഭവത്തിലേക്ക് അവരുടെ ജീവിതം താളം തെറ്റി നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ വചനം ചിന്തിക്കുമ്പോൾ വിവാഹ ജീവിതത്തിനകത്ത് പരസ്പരം അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുക എന്നുള്ള ആ തത്വം പോലും, നിയമം പോലും തെറ്റിച്ചു കളഞ്ഞു എന്നാണ് നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുന്നത്. അപ്പൊ വിവാഹത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുമ്പോൾ ദൈവം നമ്മെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നാണ് വചനം വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം വായിക്കും. ഇങ്ങനെയാണ് കാണുന്നത്: അനന്തരം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക അല്ലേ എന്നവിടെ കാണുന്നുണ്ട്. അപ്പം ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്ന് 27-ാമത്തെ വാക്യം വായിക്കുമ്പോഴും കാണുന്നുണ്ട്. അപ്പം ദൈവത്തിന്റെ സാദൃശ്യം ആണും പെണ്ണുമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു അല്ലേ. 3 കാരണങ്ങളാലാണ് ദൈവം തന്നെ വിവാഹം സ്ഥാപിച്ചത്. ആടും പെണ്ണുമായി സൃഷ്ടിച്ച് ആദമിൽ നിന്ന് ഗാഠത്തിലെത്തി ഒരു ഭാര്യയിലെടുത്ത് സ്ത്രീയെ ഉണ്ടാക്കി. അങ്ങനെ ആദമിന് തക്കതായ തുണയെ കൊടുത്ത്, ഭാര്യയെ കൊടുത്ത്, പരസ്പരം കീഴ്പ്പെട്ട് ബഹുമാനിച്ച് കൂട്ടായ്മ ആചരിച്ച് ജീവിക്കേണ്ടതിന് വേണ്ടി അവരെ ആക്കി. അങ്ങനെ ദൈവം വിവാഹം നിശ്ചയിക്കുമ്പോൾ സ്ഥാപിക്കുമ്പോൾ 3 കാരണമാണ്. അതിൽ 1-ാമത്തെ കാരണം എന്ന് പറയുന്നത് കൂട്ടായ്മയാണ്, ദൈവത്തോടുള്ള കൂട്ടായ്മ. ഭാര്യ ഭർത്താക്കന്മാർ എപ്പോഴും ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നിന്ന് വേറിട്ടിരിക്കാൻ പാടില്ല. മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല എന്ന് ദൈവം കണ്ടിട്ട് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുത്തു എന്നാണല്ലോ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 2:18 വായിക്കുന്നത് അല്ലേലൂയ. അതുകൊണ്ട് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോകണം. വിവാഹത്തിൽ കുട്ടികൾ ഉണ്ടായി കുടുംബത്തിനകത്തുണ്ടാകുന്ന സന്തോഷം, സമാധാനം, ദൈവിക സ്നേഹം നിലനിർത്തിക്കൊണ്ട് പോകുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ കുടുംബ ജീവിതമായിട്ട് നയിച്ചിരിക്കുന്നത്. 2-ാമത്തെ കാരണം എന്നൊക്കെ പറയുമ്പോൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവാൻ ദൈവം പുരുഷനോടും സ്ത്രീയോടും പറഞ്ഞു എന്ന് ഉൽപ്പത്തി പുസ്തകം 1:28 കാണാൻ കഴിയും. അപ്പം വിവാഹത്തിന്റെ 3-ാമത്തെ കാരണം എന്ന് പറയുമ്പോൾ മനുഷ്യ ജീവിതത്തിന്റെ ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. അവർ ഏകദേഹമായി തീരും. മനുഷ്യനും ഭാര്യയും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ല താനും ഒക്കെ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 2:24-25 വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ആദവും ഔവ്വയും എന്ത് പാപം ചെയ്തതിലൂടെ കുടുംബ ജീവിതത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ട്, അഭിപ്രായ വ്യത്യാസമായി, ഭിന്നതയായി, ദൈവത്തുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ട് കുടുംബ ജീവിതത്തിനകത്ത് അലച്ചിലുകൾ ഒക്കെ കടന്നു വന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ദൈവം കുടുംബമായി കൂട്ടിച്ചേർത്ത ഭാര്യ ഭർത്തൃ ജീവിതം യൗവനത്തിലെ ഉഭയസമ്മത പ്രകാരം ഉടമ്പടിയാൽ നാം ദൈവസന്നിധിയിൽ ഏറ്റെടുത്ത് നടത്തുന്ന ദൈവസന്നിധി ചെയ്യുന്ന വിവാഹം എന്ന് പവിത്രമാണത്, പരിശുദ്ധമാണ്. നിസ്സാര കാരണങ്ങൾ ചൊല്ലി ഈ കാലഘട്ടം കുടുംബജീവിതം വെറുത്ത് കുടുംബത്തെ ഒഴിവാക്കി മറ്റു പലതും തിരഞ്ഞെടുത്ത് ഇന്ന് കേരളത്തിലെ കുടുംബ കോടതികൾക്കകത്ത് ലക്ഷക്കണക്കിന് കേസുകൾ കെട്ടിക്കിടക്കുകയാണ് ഹല്ലേലൂയ. അപ്പം ദൈവം യോജിപ്പിച്ച വിവാഹത്തെ നാം മാറ്റിക്കളഞ്ഞ് ഭാര്യയ്ക്ക് പുറത്തൊരു ജീവിതം, ഭർത്താവിന് പുറത്തൊരു ജീവിതം നയിച്ച്
പലരും ദൈവത്തോട് കൂട്ടായ്മ നഷ്ടപ്പെടുത്തി പോയിട്ട് ഈ ഭൂമി നമ്മൾ എത്ര ശ്രേഷ്ഠന്മാരായി ജീവിച്ചാലും എത്ര ഉന്നതന്മാരെ ജീവിച്ചാലും ദൈവം ന്യായം വിധിക്കുന്ന നാളിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ വന്ന പാളിച്ചകളെ ദൈവം നമ്മോട് അക്കമിട്ട് എണ്ണമിട്ട് ചോദിക്കുമെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് നാം യൗവനത്തിൽ ക്രിസ്തുവിന്റെ ഉഭയസമ്മതപ്രകാരം ഉടമ്പടി ചെയ്ത് വിവാഹ നിശ്ചയം ആ വിവാഹം കഴിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം വിശ്വസ്തരായിരിക്കണം. അവരുള്ളിൽ അവിശ്വസ്തത ഉണ്ടാകരുത്. ക്രിസ്തുവുള്ള കൂട്ടായ്മ ഏകാഗ്രത നിർമ്മലം വിട്ട് നിങ്ങൾ പോകരുത്. സാത്താന്റെ ഉപദേശങ്ങൾ കേൾക്കരുത്. കുടുംബ ജീവിതം പവിത്രമായി കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ആമീൻ. ഭാര്യ ലോകത്തിന്റെ ബന്ധങ്ങൾ, ലോക ജീവിതങ്ങൾ ഒന്നും നിങ്ങൾ ഏറ്റെടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് വിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. അവർ ഒരു ദേഹമായി തീരുന്ന അവർ പരസ്പരം ഒരു മനസ്സാണ്, ഒരു ഹൃദയമാണ്, ഒരു ചിന്തയായി തീരണം. ഇന്ന് പല കുടുംബങ്ങളെ കുറിച്ച് നാം പഠിച്ചാലും വ്യത്യസ്ത ചിന്തകൾ. ഭാര്യ ഭർത്താവിനെ അനുസരിക്കത്തില്ല, ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കത്തില്ല, പരസ്പരം വാക്ക് തർക്കം കൊണ്ട് നിറയപ്പെട്ട് ഒരുവിധം പ്രശ്നസങ്കുചിതമായ അനുഭവത്തിൽ കുടുംബങ്ങൾ കടന്നു പോവുകയാണ്. എത്രയോ കുടുംബങ്ങളാണ് സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, ഹല്ലേലൂയ, തകർന്ന് തരിപ്പണമായി കിടക്കുക. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, എന്നെ കേൾക്കുന്ന കുടുംബജീവിതം നയിക്കുന്ന പ്രിയപ്പെട്ട കുടുംബജീവിതം നയിപ്പാൻ ആഗ്രഹിക്കുന്നു പറയട്ടെ, കുടുംബജീവിതം എന്ന് പറഞ്ഞ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുക. ദൈവത്തുള്ള കൂട്ടായ്മയിൽ നിങ്ങൾ ഒരിക്കലും മാറിപ്പോകരുത്. എന്നാൽ പാപം മൂലം ദൈവത്തിന്റെ പ്രഥമ പദ്ധതിയിൽ നിന്നും ആദാമും ഹവ്വയും വീണുപോയി. പാപം നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ ആദാമും ഹവ്വയും ദൈവത്തിന്റെ പ്രഥമ പദ്ധതി വീണുപോയില്ലോ. നിങ്ങളുടെ ജീവിതത്തിൽ അവിശ്വസ്തത, ദൈവഹിതമല്ലാത്ത ഭാര്യഭർത്തൃ ജീവിതത്തിന് പുറത്തുള്ള ബന്ധം വരുമ്പോൾ നിങ്ങളുടെ ജീവിതം തകർന്നു പോവുകയാണ്. അവരുടെ നാണത്തിലും തമ്മിലുള്ള അകച്ചിയിലും കാരണമായി തീർന്നെന്ന് ഉൽപ്പത്തി പുസ്തകം 3:7 വായിക്കാൻ കഴിയുന്നുണ്ട്. കുറ്റാരോപണത്തിലും ഭാര്യയുടെ മേൽ ഭർത്താവിനുള്ള ഭരണത്തിലും അത് കലാശിപ്പാൻ കാരണമായി. ഇതുകൂടാതെ പ്രകൃതി അവരുടെ മേൽ വാഴ്ചയ്ക്ക് കീഴിൽ വരാതെ അവരുടെ ശത്രുവായി തീർന്നു. അപ്പൊ സകലത്തെ അടക്കി വാഴുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചെങ്കിലും ആദമിലും ഹവ്വയിലും വന്ന പാപം മുഖാന്തരം സകലവും നമ്മുടെ മേൽ ആധിപത്യം പുലർത്താൻ തുടങ്ങി. അതുകൊണ്ടാണ് ഈ ലോകം ഇത്രമാത്രം കഷ്ടതയിലൂടെ കടന്നു പോകുന്നത്. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നാം ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കണം. അതുകൊണ്ട് നാം കഴിഞ്ഞകാല ജീവിതത്തിൽ പിതാക്കന്മാർ ചെയ്തു കൂട്ടിയ പാപത്തിന് അനുസൃതമായി നാം ജീവിച്ച് നമ്മുടെ കുടുംബം ചിന്നഭിന്നമാക്കി കളയാതെ, ജീവിതത്തിൽ ബഹുഭാരിത്വം കടന്നു വരാതെ, പരസ്ത്രീ ബന്ധം, പരപുരുഷ ബന്ധം നമ്മുടെ ജീവിതത്തിൽ വരാതെ, നാം കർത്താവിനുള്ള നിർമ്മല മനസ്സാക്ഷി വിട്ട് നാം ദൈവത്തിന് കളങ്കമുള്ളവരായി തീരാതിരിക്കുവാൻ വേണ്ടി നാം നിർമ്മല ജീവിതം നയിക്കണം. ആമീൻ. മരണത്താലല്ലാതെ വേർതിരിക്കുന്ന ദൈവത്തിന്റെ വചനം ഉണ്ടായിട്ട് ഇന്ന് എത്രയോ കുടുംബങ്ങളാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ വിവാഹമോചനം ഇന്ന് സാധാരണയായിരിക്കുന്നു. ബഹുഭാരിത്വത്തിലേക്കും വിവാഹമോചനത്തിലേക്കും അതിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സാത്താൻ എല്ലാ മേഖലയിലും അവന്റെ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കുടുംബജീവിതം നയിക്കുന്ന സ്ത്രീ പുരുഷന്മാരുടെ, ഭാര്യഭർത്താക്കന്മാരുടെ കുടുംബജീവിതത്തിൽ പ്രവേശിക്കാണ്ടിരിക്കുന്നു പറയട്ടെ, സാത്താൻ നിങ്ങളെ ചതിക്കരുത്. ഉപായത്താൽ സർപ്പം ഹവ്വയെ ചതിച്ചതുപോലെ നിങ്ങളെ ആ സർപ്പത്തിന്റെ ഉപായ ചതിയിൽ വീണു പോകാതെ നിങ്ങളുടെ കുടുംബം ഏറ്റവും സന്തോഷമായി, മനോഹരമായി, ഭാര്യഭർത്തൃ ജീവിത സ്നേഹത്താൽ ക്രിസ്തുവിന് കീഴ്പ്പെട്ട് പരസ്പരം ബഹുമാനിച്ചും ആദരിച്ചും ദൈവസ്നേഹത്തിൽ മുന്നോട്ട് പോകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ വിവാഹ മോചനത്തിലൂടെ നിങ്ങൾക്ക് ശാശ്വതമായി സമാധാനം കിട്ടുന്നില്ല, ശാന്തി കിട്ടുന്നില്ല, സ്വസ്ഥത കിട്ടുന്നില്ല. വിവാഹ മോചനം എന്ന് പറയാൻ ദൈവം പറയുന്നത് പാപമാണെന്ന്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുതെന്ന് നമ്മൾ മത്തായി 19 വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് ലോകത്തിന് മുമ്പിൽ മാതൃകയുള്ള കുടുംബമായി തീരുവാൻ ദൈവം എന്ന പകൽ നിങ്ങളെ സഹായിക്കട്ടെ. തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഞങ്ങളുടെ അനവധി കുടുംബങ്ങൾ കർത്താവേ തകർന്ന് ഭാര്യഭർത്തൃ ജീവിതം നഷ്ടപ്പെട്ട് അവിശ്വസ്തത പരിഭാവന നഷ്ടപ്പെട്ട് ലോകപ്രകാരം ജീവിച്ച് സാത്താന്റെ കൈകൾ അമർന്നു കിടക്കുമ്പോൾ ഇവിടെ കുടുംബങ്ങളിലെ മടങ്ങി വന്ന് ദൈവിക സമാധാനത്തിൽ ഒന്നിച്ചിൽപ്പടയാകണമേ. ചിന്ന ഭിന്നമായ കുടുംബങ്ങളെല്ലാം കർത്താവ് യഥാസ്ഥാനം ദൈവത്തിന്റെ ന്യായവിധിയിൽ ആരും കുറ്റം വിധിച്ച് തള്ളപ്പെട്ടു മടങ്ങി വരുന്നതായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.